മറ്റൊരു സുപ്രധാനമായ കാര്യം കൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ? ശബരിമല യുവതി പ്രവേശനത്തിന് താൻ വിലക്ക് ഏർപ്പെടുത്തി എതിർപ്പ് അറിയിച്ചതുകൊണ്ടാണ് അതിൻ്റെ വൈരാഗ്യം തീർക്കുകയാണത്രേ ആര്? ഗവൺമെൻറ്. അതിലെ ഒരു കാര്യം വ്യക്തതയോടെ പറയാതിരിക്കാൻ കഴിയില്ല. NPC 2018 സെപ്റ്റംബർ 28-നാണല്ലോ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നത്, യുവതി പ്രവേശന വിധി ഉണ്ടാകുന്നത്. അതിനും കൃത്യം 15 മാസം മുൻപ് 2017 കൃത്യം ഡേറ്റും പറയാം. 2017 ജൂൺ മാസം 25-ാം തീയതി ഞായറാഴ്ചയാണ് ശബരിമലയിൽ പുതിയ കൊടിമരം പ്രതിഷ്ഠിക്കപ്പെടുന്നത്. ഓർക്കണം, 2017 ജൂൺ മാസം 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:10-നും 12:50-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. തലേദിവസം 24-ന് നട തുറന്നേ. ഇതിനുവേണ്ടി മാത്രമാണ് നട തുറക്കുന്നത്, മറ്റൊരു കാര്യവുമില്ല, മറ്റൊരു ബിസിനസ്സും അജണ്ടയിലില്ല. അന്ന് രാത്രി ഹരിവരാസനം പാടി നട അടച്ചു. 2017 ജൂൺ മാസം 25 ഞായറാഴ്ച രാത്രി 11 മണി. എല്ലാവരും പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയാണ് അത്യസാധാരണവും അത്ഭുതകരവുമായ വേറൊരു സംഭവം ശബരിമലയിൽ ഉണ്ടാകുന്നത്. ശബരിമല നട തുറക്കപ്പെടുന്നു. 2017 ജൂൺ മാസം 26-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ശബരിമല നട തുറക്കപ്പെടുന്നു. ആ കൊടിമരം സ്പോൺസർ ചെയ്ത ഗ്രൂപ്പ് ഫീനിക്സ് ഗ്രൂപ്പ്, ഹൈദരാബാദിലെ ആന്ധ്രയിലെ ഫീനിക്സ് ഗ്രൂപ്പിൻ്റെ സ്പോൺസറും കുടുംബാംഗങ്ങൾ പറഞ്ഞാൽ 13 വനിതകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളാണ്. 13 യുവതികളിൽ 8 പേർ കൃത്യം യുവതികൾ, 5 പേർ 50 വയസ്സിന് മുകളിലുള്ളവർ. അവർ അവിടെ പ്രവേശിക്കുന്നു. രാവിലെ തൊഴുത്, അപ്പോൾ ദേവസ്വം ഗാർഡുമാരുടെ അകമ്പടിയിലാണ് വരുന്നത്. ജയചന്ദ്രൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന ഈ ചിത്രം, ജയചന്ദ്രൻ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന ഈ ചിത്രം താൻ ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജയചന്ദ്രൻ നേരത്തെ ഞങ്ങൾക്ക് അയച്ചു തന്ന ദൃശ്യമാണ്. അദ്ദേഹം പറയുന്നു, ഈ കൊടിമര പ്രതിഷ്ഠ നടന്നതിൻ്റെ പിറ്റേ ദിവസം സ്പോൺസർമാരുടെ വീട്ടുകാർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക ദർശനം അനുവദിക്കപ്പെട്ടു. ആ സംഘത്തിൽ യുവതികളും ഉണ്ടായിരുന്നു. ഇത് യുവതീ പ്രവേശനം അനുവദിക്കുന്ന വിവാദം ഉയർത്തിയ സുപ്രീം കോടതി വിധിക്ക് മുമ്പാണ് ഇങ്ങനെ വന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന നിലയ്ക്ക് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ജയചന്ദ്രൻ തുടരൂ, കൂട്ടിച്ചേർക്കൂ. ഇതിലാണ് 13 സ്ത്രീകളുള്ളത്. അതിൽ 5 പേരൊഴികെ ബാക്കി 8 പേരും യുവതികളാണ്. ഇവർ ഞാനീ പറഞ്ഞതുപോലെ 2017 ജൂൺ മാസം 26-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ദർശനം നടത്തുന്ന ചിത്രമാണ് ഈ നൽകിയിരിക്കുന്നത്, ഇപ്പോൾ പ്രേക്ഷകരെ കൈരളിൽ കാണിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്താൽ NBC പുറകിൽ നിൽക്കുന്ന സ്ത്രീകളെയും കാണാം. അതിൽ യുവതി പ്രവേശനത്തിനെതിരായതുകൊണ്ടാണ് ഗവൺമെന്റ് അതുകൊണ്ടാണ് ഗവൺമെന്റ് തന്നോട് പ്രതികാരം തീർക്കുന്നത് എന്ന് പറഞ്ഞ തന്ത്രി കണ്ഠരര് രാജീവര് അതിനും 15 മാസം മുമ്പ് സ്വന്തം താല്പര്യപ്രകാരം ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തിയതിൻ്റെ ഏറ്റവും ജീവനുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നത്. നിഷേധിക്കൂ തന്ത്രി, പറ്റുമെങ്കിൽ ബാക്കി തെളിവുകൾ ബാക്കി കൂടെ തരാം ആ സമയത്ത് ഞാൻ. എന്നിട്ട് വെറുതെ അങ്ങ് പറയുകയാണ് ഗവൺമെൻറ്റിൻ്റെ എതിർപ്പ്.